So good morning everyone to my channel. I am MBA Chaser. ഇന്ന് നമുക്കൊരു മോട്ടിവേഷൻ തോട്ടോടെ സ്റ്റാർട്ട് ചെയ്യാം. If you believe in yourself, anything is possible. ഇതിന് ഞാൻ ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് അറിയാം. നീ നിന്നെ വിശ്വസിച്ചാൽ മതി, എന്തും പോസിബിൾ ആണ്. ഇപ്പം IIME കിട്ടൂല എന്ന് വിചാരിച്ചാണ് കാറ്റ് എഴുതാൻ വരാണെങ്കിൽ IIME കിട്ടൂല തന്നെ. എന്നാൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് വന്ന് നോക്ക്. യു ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിത് ക്രാക്ക് ചെയ്തിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പെർസെൻറ്റേജ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ആണ്. സോ നമ്മൾ ഈ വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇവിടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബേസിക് ടു അഡ്വാൻസ്. ഈ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും കാറ്റ് എക്സാം. സോ യു ക്യാൻ ഫോളോ വിത്ത് മീ. എന്നും ഓരോ വീഡിയോ വെച്ച് ഞാൻ പെർസെൻറ്റേജിൻ്റെ ഇടും. സോ നിങ്ങളത് കവറപ്പ് ചെയ്യണം. സോ ഇതിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ഈ സീരീസിൽ ചെയ്യുന്നതായി. സോ നമുക്ക് പെർസെൻറ്റേജിലോട്ട് കിടക്കാം. സോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയായിരിക്കും, ശതമാനം. സോ പണ്ട് നമ്മൾ സ്കൂളിൽ ഈ പെർസെൻറ്റേജിൻ്റെ അർത്ഥം ഞാൻ പറയാം. സെന്റ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പം 100. സോ സെന്റിൻ്റെ അർത്ഥം 100 സോ പണ്ട് നമുക്ക് സ്കൂളിലൊക്കെ ടെസ്റ്റ് നടത്തുമ്പം നിനക്ക് 5ൽ 2 കിട്ടിയെന്ന് വെച്ചോ. ഈ 5നെ 100ലോട്ടാക്കി പെർസെൻറ്റേജിലാക്കുമെന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പം നീ ജയിച്ചാൽ നിനക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോവാം എന്ന് പറയും. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. സോ ഇപ്പം നിനക്ക് 100ൽ 60 മാർക്ക് കിട്ടി. സോ ഇതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ 100 തന്നെയാണ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പം 100ലോട്ടാക്കുകയാണ്. അപ്പം 60% നിനക്ക് കിട്ടിയത്. നിനക്ക് കിട്ടിയ മാർക്ക് 60%. സോ നമ്മൾ ഈ 5നെ നമ്മൾ 100ലോട്ട് കൺവെർട്ട് ചെയ്യുമ്പം 5നെ 100ലോട്ടാക്കാൻ വേണ്ടി ഇൻറ്റു 20. സോ ഇതാണ് ടോട്ടൽ മാർക്ക്. അതിനെ നമ്മൾ 20 വെച്ച് മേളിലും ഇൻറ്റു ചെയ്യും. സോ 40% നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടിയത്. സോ നിങ്ങൾ ജയിച്ചെന്ന് അവർ പറയും. സോ ഇത്രയും ഈസിയാണ്. നമ്മൾ ഏതൊരു ടൈം ആയാലും അതിനെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ 100ലോട്ട് കൺവെർട്ട് ചെയ്യണം, അല്ലേ? സോ ഇപ്പം നിങ്ങളടുത്തൊരു നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരെയാണ്, 200ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 40 എന്നൊരു ക്വസ്റ്റ്യൻ വരെയാണ്. 200ൻ്റെ എത്ര ശതമാനമാണ് 40? സോ നമ്മൾ എന്തോ ചെയ്യും? 40/200 അല്ലേ ചെയ്യണം. ഇതിനെ നമ്മൾ ശതമാനത്തിലോട്ടാക്കുകയാണ്. അപ്പം എത്ര? 20% എന്ന് പറയും. സോ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടി. 200ൽ 60 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. സോ ഇതിന് 100%ൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നായിരിക്കും ടീച്ചർ നോക്കണം. അപ്പം 200/2. അപ്പം എത്ര? 100. അപ്പം നമ്മൾ ഈ 100%ലോട്ടാക്കുകയാണ്. അപ്പം ഈ 60നെ 100%ലോട്ടാക്കിയപ്പോൾ നിനക്ക് 30% മാർക്ക് മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ, അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് പെർസെൻറ്റേജുകളുണ്ട്. സോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കണം. സോ നമ്മൾ 1ൻ്റെ എത്ര ശതമാനമാണ് 100? 100%ആണ് 1%. സോ 1/2 എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് പറയുമ്പം ഇൻറ്റു ഇപ്പം 1/2 എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു 100 ആണ്. സോ എത്ര? 50% അല്ലേ 1/2? 1/2നെ 50ലോട്ടാക്കണം. ഇത് നമ്മൾ ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഞാൻ പറയണ ടേംസ്. ഇത്രയും നമ്പർ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടേ പെർസെൻറ്റേജ് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇത് ഇത്രയും
പഠിക്കണം. ഈ ഫ്രാക്ഷൻസ് എങ്ങനെ, ഈ ഫ്രാക്ഷൻസിനെ എങ്ങനെ പെട്ടെന്ന് പെർസെൻറ്റേജിലോട്ടാക്കാം എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. 1/3 എന്ന് പറയുമ്പം 33.33%, അല്ലെങ്കിൽ ഇതിന് 33 1/3%. സോ അടുത്ത് 1/4 എന്ന് പറയുമ്പം ഫ്രാക്ഷന് 25% ആണ് 1/4. സോ 1/4ന് 1/4 എത്ര പെർസെൻറ്റേജ് ആണ്? 25%. സോ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് 1/4 ഇപ്പൊ 25% എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് 100/1/4 എന്ന് പറയും. ഈ 25% എങ്ങനെ മാറ്റും? 25 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര? 1/4 അല്ലേ? സോ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമില്ല കാറ്റിൽ. സോ നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് ചെയ്യുക. സോ 1/5 എന്ന് പറയുമ്പോൾ 20%. സോ അടുത്തത് 1/6 16.66%. 16 2/3%. ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. സോ 1/7 എന്ന് പറയുമ്പം 14.28%. ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം 14 2/7% ആണ് ഇതിന് പെർസെൻറ്റേജിലോട്ടാക്കും. സോ 1/8 എന്ന് പറയുമ്പം 12.5% ആണ്. സോ 1/9 എന്ന് പറയുമ്പം 11.1111 അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അതിന് 11/1/9% എന്ന് പറയാം. സോ അടുത്തെന്ന് പറയുമ്പം 1/10 എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയായിരിക്കും 10% ആണ്. സോ അടുത്ത് 1/11 എന്ന് പറയുമ്പം 9.999% ആണ്. സോ അതെന്ന് പറയുമ്പോൾ സോറി ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താ ഈ 9.09 ആണ് നമ്മുടെ ആൻസർ. സോ അതെന്ന് പറയുമ്പോൾ 1/11% എന്ന് വിചാരിച്ചാൽ. സോ നിങ്ങൾ ഈ 11ഉം 9ഉം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ട 1/9 എന്ന് പറയുമ്പോൾ 11.111%. 11/11 1/9 എന്ന് പറയാം. അല്ലെങ്കിൽ ഈ 1/11ന് 9.09% എന്ന് പറയും. സോ ഇത്ര ഈസിയാണ്. സോ അടുത്ത് നമുക്ക് 1/13 പഠിക്കാം. 1/13 ആണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അടുത്ത ഇമ്പോർട്ടൻ്റ് 1/13 എന്ന് പറയുമ്പം 7 9/13 ആണ് നമ്മുടെ ആൻസർ. സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞു പോകണുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ? നിങ്ങൾ ഇത്രയും ടേംസ് എന്തായാലും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. സോ ഇത്രയും ടേം എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. സംസാരിച്ചിരുന്ന പെർസെൻറ്റേജിലോട്ടാക്കുന്ന ഫ്രാക്ഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാണ്. ഇതൊരു പ്രീവിയസ് SSCയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 25% of a number is 300. The number is എന്നൊരു ക്വസ്റ്റ്യൻ വരാണ്. സോ നമ്മൾ 25% ഓഫ് എക്സ് എന്നെടുത്ത് നമ്പറിന് ഓഫ് 300, അതാണ് 300. സോ 25% നമ്മൾ ഒരു നേരത്തെ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ 1/4 ആണ് 25%. അങ്ങനെ അറിയാനുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് 1/4 എന്ന് പറയുമ്പോൾ 1/4 x is equal to 1200. ഇങ്ങനെ നമ്മൾ ഇത്രയും പെട്ടെന്ന് എടുക്കും. പക്ഷെ ഇത് അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 100 ഇതിനകത്ത് വെച്ചാൽ 1/4. സോ ഇൻറ്റു എക്സ് ഈക്വൽ ടു 300. ഇങ്ങനെ സമയം വേസ്റ്റ് ആണ്. സോ ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല കാറ്റിൽ. ഇതിനൊരു ഈസി മെത്തേഡ് അവൈലബിൾ ആണ്.
സോ ഓർ 25% എന്ന് പറയുമ്പം 1/4 അല്ലേ? സോ ഇത് കേട്ട് വെച്ചോളണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 4 എന്ന് പറയുമ്പോൾ ടേമിൻ്റെ 25% 1. എങ്ങനെ? 4ൻ്റെ 25% 1. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ചെയ്ത് നോക്ക്. 11 × 1/25 എന്ന് പറയുമ്പോൾ 1/4 എത്ര പെട്ടിയില്ലേ? അപ്പോൾ 1 അല്ലേ നമ്മളെ? അപ്പം 4ൻ്റെ 25% 1. സോ 25% ഓഫ് എ നമ്പർ ഈസ് 300. സോ 25 നമ്മുടെ നമ്പർ എത്രയാണ്? 4. 4ൻ്റെ 25% 1. സോ 1 ആണ് നമ്മുടെ 300. സോ 1 × 300 അല്ലേ 300? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്മളെ നമ്പർ എത്രയാണ്. നമ്മൾ നമ്പർ എത്രയായിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്? 4 യൂണിറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ എത്ര? 4 × 300. 4 × 300 എന്ന് പറയുമ്പം 1200. സോ ഇത്രയും പെട്ടെന്ന് ചെയ്യണം. സോ 1/4. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. 25% എന്ന് പറയുമ്പം 1/4. 4ൻ്റെ 25% 1. സോ 1 എന്ന് പറയുമ്പം 25% ഓഫ് എ നമ്പർ. സോ നമ്മുടെ നമ്പർ എത്രയാണ്? 4 യൂണിറ്റ്സ്. സോ 25% ഓഫ് ദി നമ്പർ എത്രയാണ്? 1 ആണ്. സോ 1 ആണ് നമ്മുടെ 300. സോ 4 യൂണിറ്റ് എത്രയാണ്? 4 × 300 1200. സോ ഇത്രയും ഈസിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വരാണ്. നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഞാൻ റെഡ് എടുക്കട്ടെ. പെട്ടെന്ന് നമുക്ക് 5/6 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 5/6 എന്ന് പറയുമ്പോൾ 5 × 1/6 അല്ലേ? 1/6 എന്തായിരുന്നു നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചത്? 1/6 എന്ന് പറയുമ്പോൾ 16.66% ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി കുഴയും അല്ലേ? ഈ 16.66നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ അത് ഇത്തിരി കൺഫ്യൂഷനാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പം 10/2 ചെയ്താലും 8.33 × 10 അപ്പം 83.3333 എന്നായിരിക്കും നമ്മുടെ ആൻസർ അല്ലേ? സോ ഇത് ഇത്തിരി കൺഫ്യൂസ്ഡ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ വരികയാണെങ്കിൽ 5/6 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ 1 - 1/6 അല്ലേ 5/6 അല്ലേ? 1/1/6. ഈ 5/6നെ പെർസെൻറ്റേജിലോട്ട് ആക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യണം. മനസ്സിലായല്ലോ? സോ ഈ 1/1/6 എന്ന 5/6നെ നമ്മൾ 1 - 1/6 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഈ 1/1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100% അല്ലേ? സോ അതിനെ കൊണ്ട് നമ്മൾ 1/6 എന്ന് പറയുമ്പം 16.66% കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പം എത്ര? 83.33% നമ്മുടെ ആൻസർ അല്ലേ? ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 6/7. 6/7 എന്ന് പറയുമ്പം 1 - 1/4. അപ്പം എത്ര? 1 - 1/4 ആണ്. അപ്പം 1/1 എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 100% ആണ്. സോ 1/7 എന്ന് പറയുമ്പോൾ 14.28% ആണ്. 14.28% ആണ്. സോ 100 - 14.28 എന്ന് പറയുമ്പോൾ 85.72% ആണ്. സോ അതേ ഇപ്പം നമ്മൾ കൺവെൻഷൻ മെത്തേഡിലാണ് ചെയ്യണമെങ്കിൽ 6 × 1/7 7 × 16.25 പിന്നെ വീണ്ടും അതിനെ ഇൻറ്റു ചെയ്ത് ഡെസിമൽ എടുത്ത്. സോ അത് എന്ത് കൺഫ്യൂഷനാണ്. സോ അതുകൊണ്ട് ആദ്യം നമുക്ക് കിട്ടുമ്പോൾ 85.72%. സോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ 43 നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 43.75%ൻ്റെ
പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വരാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, നേരത്തെ 50% മൈനസ് 6.25% അല്ലേ 43.75%. സോ 50% എന്ന് പറയുമ്പോൾ 1/2 ആണ്. സോ നമ്മൾ 2/5% എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും, അത് നമ്മൾ പഠിച്ചില്ലല്ലോ. സോ 12.5% എന്ന് പറയുമ്പോൾ 1/8 അല്ലേ, അതിൻ്റെ പാതി എന്ന് പറയുമ്പം ഇതിൻ്റെ പാതിയാണ് 6.25. സോ 1/8ൻ്റെ 1/2 ആണ്. അപ്പോൾ എത്ര? 1/16 ആണ് നമ്മുടെ ആൻസർ. സോ 6.25% എന്ന് പറയുമ്പോൾ 1/16. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 മൈനസ് 2 എത്ര? 14/2 into 16. സോ എത്ര? 7/16 കിട്ടും അല്ലേ? സോ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം പഠിക്കേണ്ട, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എടാ 1/16 എത്ര ശതമാനം ആണെന്ന് കണ്ടുപിടിക്കും. സോ എല്ലാവരും നല്ല കൺഫ്യൂസ്ഡ് ആവും. സോ 1/16 36 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റു 100 ചെയ്ത് ശതമാനത്തിലോട്ട് ആക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല ടൈം എടുക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സോ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 1/36 എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? 1/4 into 1/9 അല്ലേ 36. സോ നമ്മൾ 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25% ആണ്. എത്ര? 1/4 എന്ന് പറയുമ്പോൾ 25%. സോ അതിനെ നമ്മൾ 1/9 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 1/36 പറഞ്ഞത്. സോ ഈ 25നെ 1/9 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. സോ എത്ര കിട്ടും? 25/9%. സോ 25/9% എന്ന് പറയുമ്പോൾ 25/9 എന്ന് പറയുമ്പോൾ 25 എത്ര വട്ടം 9 പോകും? 2 വട്ടം. പിന്നെ എത്ര? 7 വരും. 7/9. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത്രയും ഈസിയാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാണ്. 320 is how much percentage less than 40? 320 എന്ന് പറയുമ്പോൾ 400ന്റെ എത്ര ശതമാനം ലെസ് ദാൻ ആണ്? സോ ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ 400 സോ നമ്മൾ എന്തോ ചെയ്യും? 400 മൈനസ് 320 ഡിവൈഡഡ് ബൈ 400. 400 എങ്ങനെ വന്നു? നമ്മൾ എത്ര വെച്ചാണ് 400ന്റെ എത്ര കുറവാണ് 320 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 400 വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യണം. 400ന്റെ എത്ര ശതമാനം കുറവാണ്? സോ ഇൻറ്റു 100. സോ 80/400 ഇൻറ്റു 100. സോ 20% ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഇൻ എ ബോർഡ് എക്സാം 70% ഓഫ് ദി ടോട്ടൽ എക്സാമിൻ ഈസ് പാസ്ഡ്. ഇപ്പൊ 75% പേര് പാസ്സായി. ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫെയിലുവർ ഈസ് 625, what is the total number of examinees? Find the total number of examinees. So നമ്മുടെ എക്സാമിന് പാസ്സായത് 75% പേരും ഫെയിൽ ആയത് അപ്പം എത്രയായിരിക്കും? 100ൽ 75% പേര് പാസ്സായി. സോ 25% പേര് തോറ്റതാണ്. സോ ഈ തോറ്റവരെ നമ്പർ എത്രയാണ്? 625 അല്ലേ? സോ ഈ 625 ഡിവൈഡ് ബൈ 25. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് മാത്സിൽ പറഞ്ഞതാണ്
25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പം 2 into 3 എന്ന് പറയുമ്പം 625 ആണ്. ഈ 25 എങ്ങനെയാണ് 5ന്റെ സ്ക്വയറും. സോ 6 വന്നതെന്ന് പറയുമ്പം 2ഉം അതിൻ്റെ അടുത്ത ടേമും വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 625. അപ്പോൾ നമ്മൾ വേദിക് മാത്സ് പറഞ്ഞു തന്നാൽ കേട്ടിരുന്ന ആളാണെങ്കിൽ നമ്മൾ ഉടനെ × 25 ആണ് നമ്മുടെ ആൻസർ. സോ 75% നമ്മുടെ പാസ്റ്റ് സ്റ്റുഡൻസിൻ്റെ 75% എന്ന് പറയുമ്പം 75% × 25 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് എക്സാമിനി നമ്മൾ എത്രയാണ് എടുത്ത ടോട്ടൽ നമ്പർ? 100% നമ്മൾ എടുത്തത്. സോ എത്ര? 100% എന്ന് പറയുമ്പം × 25 25 സോ 2500 ആണ് നമ്മുടെ ആൻസർ. സോ ഇത് നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. സോ ഈ മെത്തേഡ് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പം 75% എന്ന് പറയുമ്പോൾ എത്രയാണ്? 25% × 3 അല്ലേ? 75%. അപ്പം 3/4 ആണ് നമ്മുടെ 75%. ഈ 4ന്റെ 75% ആണ് 3. 4ന്റെ 75% 3. സോ 4 പേരുണ്ടെങ്കിൽ, ടോട്ടൽ 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേര് പാസ്സായി, ബാക്കി ഒരാള് ഫെയിലായി. എങ്ങനെ? 3/4 എന്ന് പറയുമ്പം 4ന്റെ 75% 3. സോ 4 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് എക്സാമിന്. 3 പേര് പാസ്സായി, അതാണ് 3 + 1 ഒരാള് ഫെയിലായ ആള് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ. സോ 1 യൂണിറ്റ് ആണ്. നമ്മൾ ഈ യൂണിറ്റ് മെത്തേഡാണ്. അപ്പം 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 625. സോ 4 യൂണിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയി എത്ര? 4 യൂണിറ്റ് ആണ്. സോ 625 × 4 എത്ര? 2500 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ ഇത്രയും ഈസിയാണ്. So thank you everyone for hearing this much time with us.